കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലത്ത് കരുനാഗപ്പള്ളിക്ക് അടുത്തൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. ഒരു നിർത്തിയിട്ട KSRTC, നിർത്തിയിട്ടല്ല, ഓടി വന്ന KSRTCയിലേക്ക് ഒരു താറ് ജീപ്പ് ഇടിച്ചു കയറി 3 പേര് മരിക്കുകയുണ്ടായ ഒരു സാഹചര്യം. അപ്പം ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ നമ്മുടെ ന്യൂസ് ചാനലൊക്കെ വന്നായിരുന്നു. പിന്നെ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഇറങ്ങി. ഞാനൊക്കെ ഫോട്ടോസ് ഞാൻ താഴെ കാണിക്കാം, കണ്ടില്ലാത്തവർക്ക് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉറക്കമാണ് എല്ലാ അപകടങ്ങളിലെയും മെയിൻ ഒരു വില്ലൻ എന്ന് പറഞ്ഞ ഒരു ഘടകം. ഉറക്കവും അതുപോലെ തന്നെ അമിത ആവേശവും ഓവർ കോൺഫിഡൻസുമാണ് നമ്മുടെ അപകടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണമെന്ന് പറയാം. ഞാനിത് പറയാൻ കാരണം, ഈ അപകടങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്കിന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മളത് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിന് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുന്ന ടൈം കൃത്യമായിട്ട് ബ്രെയിൻ അറിയാം. നമ്മൾ ഒരു രാവിലെ എണീക്കുന്ന സമയം മുതൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയം വരെയുള്ള ഫുൾ കാര്യങ്ങൾ ബ്രെയിന് കൃത്യമായിട്ട് അറിയാം. അപ്പം നമ്മളിപ്പോൾ രാത്രി ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ 10 മണി എന്നൊരു പറയുന്ന സമയം ആകുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ ഉറങ്ങാനുള്ള ടെൻഡൻസി നമുക്ക് കൊണ്ട് തരും. അതിന് മുന്നോടിയായിട്ട് കൊട്ടുവായിടും, പിന്നെ കണ്ണടഞ്ഞ് വരും. അങ്ങനെ പല പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നൊരു സാഹചര്യമാണ്. അങ്ങനെയാണ് നമ്മൾ നേരെ ബെഡിൽ പോയി കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊരു ഒരാഴ്ചയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും സെയിം ഈ ടൈമിൽ നമുക്ക് ഉറക്കം വരും. അപ്പം നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാവും. അതിപ്പോൾ ഇനി എത്ര വലിയ ഡ്രൈവർ എന്ന് പറഞ്ഞാലും ഉണ്ടാവും. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഓവർ കോൺഫിഡൻസ് കയറി വരുമ്പോഴാണ് അടുത്തൊരു വില്ലൻ. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലാൻ ചിലപ്പോൾ ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസേ കാണത്തുള്ളൂ. അപ്പം നമ്മൾ നല്ല ലോങ് രാത്രി ഓടി വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി 5 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തും എന്നുള്ള ചിന്തയിൽ വണ്ടി എടുക്കും. ചിലപ്പോൾ ആ ഒരു 5 കിലോമീറ്റർ ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഗാഢമായ ഉറക്കത്തിലേക്ക് കടക്കുന്നൊരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണൊന്ന് ജസ്റ്റ് ബ്രെയിൻ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണടയും. ആ അടയുന്നൊരു ഗ്യാപ്പിൽ തന്നെ വണ്ടി, കാരണം നമ്മുടെ കാല് ഒക്കെ കൺട്രോൾഡാണ് നമ്മളെങ്കിൽ പോലും ബ്രെയിൻ ഉറങ്ങി കഴിഞ്ഞാൽ കാലിനും കൈക്കൊന്നും കൺട്രോൾ കിട്ടില്ല. നമ്മുടെ ബോഡി ഫുൾ അൺകൺട്രോൾഡ് ആയി പോകും. ആ സമയത്ത് നമ്മുടെ കാല് ഓട്ടോമാറ്റിക്കലി ആക്സിഡൻറ്റ് കാല് അമർന്ന് വണ്ടി മുൻപോട്ട് പോയി എവിടെയെങ്കിലും പോയി ഇടിക്കും. ഇതാണ് ഇതിൽ മെയിൻ ഒരു പ്രശ്നം. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർ ആണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽ. അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അപകടത്തിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പരിചയക്കുറവെന്ന് പറയുന്ന സാധനം. അതായത് പകൽ വണ്ടി ഓടിച്ച് പരിചയമുള്ള ഒരാൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഒരു പ്രൊഫഷണൽ ഡ്രൈവർ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ രാവിലെ നമ്മൾ പകൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ നല്ല എൻഗേജ് ആയിരിക്കും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഭയങ്കര എൻഗേജ് ആയിരിക്കും. കാരണം റോഡിലെ തിരക്കുകൾ, വണ്ടികളുടെ സൗണ്ട്, ഹോണ്, അതുപോലെ സിഗ്നൽ, പോലീസുകാർ, അങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ കാണുന്നുണ്ട്, അതുപോലെ നമ്മൾ കണ്ണിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അലേർട്ടായിരിക്കും. നമ്മൾ കൃത്യമായിട്ട് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് കണക്ക് കൂട്ടി വണ്ടി ഓടിക്കും. അപ്പോൾ ആ സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അധികം ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വണ്ടി ഓടിക്കും. അപ്പം റോഡ് പൊതുവെ ബിസിയാണ്, നമ്മൾ പൊതുവെ തിരക്കാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പം അത്രമാത്രം ശ്രദ്ധിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ റോഡ് വിജനമാണ്. ഒരു വിജനമായ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആണ്. മനസ്സിലായി? നമ്മുടെ മൈൻഡ് എന്ത് വേണമെങ്കിലും നമ്മുടെ മൈൻഡിലേക്ക് വരാം, പല 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 ചിന്തകൾ വരാം. അപ്പം നമ്മൾ രാത്രി ഓടിക്കുന്ന സമയത്ത് റോഡ് കാലിയാണ്, നീണ്ടു കിടക്കുന്ന റോഡ്. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെല്ലാം ലൈറ്റ് ഡിമ്മടിക്കാത്ത വണ്ടികളുണ്ട്, ബ്രൈറ്റ് ഇടുന്ന വണ്ടികളുണ്ട്, പല പല സാഹചര്യമുണ്ട് വണ്ടി വരുമ്പോൾ. അപ്പോൾ ഇതെല്ലാം ഒരു കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കുറേ കളക്ഷൻസ് ഓഫ് സോങ്സ് ഉണ്ടാവും വണ്ടിയിൽ, പഴയ കുറേ പാട്ടുകൾ, നമ്മുടെ ഫേവറേറ്റ് സോങ്സ്. ഇതൊക്കെ കേട്ട് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് പതിയെ റിലാക്സിലാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മൈൻഡ് ഉറക്കത്തിലേക്ക് വരും, പതിയെ കണ്ണടയും. ഈ സാഹചര്യം പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്തുവാ? നമ്മൾ വണ്ടി വീണ്ടും പതുക്കെ അങ്ങ് പോവാമെന്ന് വിചാരിച്ച് അങ്ങ് ഓടിക്കും. പക്ഷേ ഈ ഒരു ചിന്തയാണ് നമ്മുടെ അപകടത്തിലേക്ക്. രാത്രിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇനി ആ ഒരു യാത്രയിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഡ്രൈവറെ കൂട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ചോദിക്കും, പ്രൊഫഷണൽ ഡ്രൈവർക്ക് ഉറക്കം വരത്തില്ലേ എന്ന്. പ്രൊഫഷണൽ ഡ്രൈവർക്ക് ഉറക്കം വരും, പക്ഷേ ഉറക്കത്തെ അതിജീവിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും അദ്ദേഹത്തിന് അറിയാം. കാരണം ഒരു ടാക്സി ഡ്രൈവറെ സംബന്ധിച്ച് 24/7 വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രൈവർ വെൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവറായിരിക്കും. കാരണം രാവിലെയും രാത്രിയും പകലും എല്ലാം വണ്ടി ഓടിച്ച് അനുഭവ സംഭവത്തുള്ളൊരു ഡ്രൈവർക്ക് ഒരിക്കലും ആ ഒരു അപകടം ഉണ്ടാവത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരനെ എത്രമാത്രം ശ്രദ്ധിച്ച് ഓടിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വന്നിരിക്കുന്ന കേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കും. ശ്രദ്ധിച്ചാൽ മതി. രാത്രി ഉറങ്ങിപ്പോയി ആക്സിഡൻറ്റ് ഉണ്ടാക്കിയ ഒരു ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു ടാക്സി വാഹനം പോലും നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം അത് അനുഭവ സമ്പത്തുള്ള ഡ്രൈവർമാരാണ് ടാക്സി ഡ്രൈവർമാർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അപകടം ഉണ്ടാകുന്നൊരു സാഹചര്യത്തെ ഒഴിവാക്കാൻ അവർക്കറിയാം.
ഇപ്പം ഞാനൊക്കെ രാത്രി വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങും. ഇനി എത്ര അർജൻറ്റ് കേസാണെങ്കിൽ പോലും ഞാൻ ഉറങ്ങിയിട്ടേ വണ്ടി ഓടിക്കൂ. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ട് ഞാൻ വണ്ടി ഓടിക്കൂ. കാരണം അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആ ഒരു അരമണിക്കൂറത്തെ ഉറക്കം നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവൻ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇനി രാത്രി വണ്ടി ഓടിക്കുന്ന അനുഭവ സമ്പത്തില്ലാത്ത പരിചയക്കുറവുള്ള ഡ്രൈവർമാർക്ക് പറയാനുള്ളത്, രാത്രി വണ്ടി ഓടിക്കുമ്പം നിങ്ങൾക്ക് ഉറക്കം വരും എന്നുള്ളത് 100% ഷുവറാണ്. അങ്ങനെ ഉറക്കം വരുന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് ഫോൺ എടുക്കുക, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം അലാറം വെക്കുക, ഉറങ്ങുക. ഉറങ്ങിയതിന് ശേഷം വണ്ടി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഉറക്കം വരില്ല. ഇത് ഷുവറാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല. അതുപോലെ നിങ്ങൾ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് ഓടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ 1/2 കിലോമീറ്റർ വരെ വണ്ടി ഓടിക്കും. വീണ്ടും നിങ്ങൾ കണ്ണിലെ നനവ് പോകുന്ന സമയത്ത് വീണ്ടും ഉറക്കം വരും. എഴുതിയിട്ടോ, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണുന്നവരെ എല്ലാവർക്കും ബൈ.